ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഏപ്രിൽ 22 നടന്ന ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ ചോദിച്ചിരിക്കുന്ന കറണ്ട് അഫയേഴ്സൊക്കെ ഇനിയും റിപ്പീറ്റ് ചെയ്ത് വരാവുന്നതാണ്. അപ്പം ഇനി എക്സാമുകൾ ഒരുപാട് എക്സാമുകൾ ഇനി നടക്കാനുണ്ട്. 10th മെയിൻസ് ആണേലും അതുപോലെ ഡിഗ്രി പ്രിലിംസ് ആണേലും ഒക്കെ. അപ്പോൾ അതൊക്കെ അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. നമുക്ക് നോക്കാം. ഒരു ആത്മകഥയുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെംഡ് ലൈഫ് ബിഹൈൻഡ് ആൻഡ് ബിയോണ്ട്സ് 22 yards. സ്റ്റെംഡ് ലൈഫ് ബിഹൈൻഡ് ആൻഡ് ബിയോണ്ട്സ് 22 yards. ആരുടെ ആത്മകഥയാണ് എന്നാണ് ചോദ്യം. സെയ്ദ് കിർമാണിയുടെയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്ററാണ് എന്ന് ഓർത്തിരിക്കുക. ഇനി ചിലപ്പോൾ സെയ്ദ് കിർമാണി ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് എന്നൊക്കെ ചോദിക്കാം. അപ്പം ഇന്ത്യൻ ക്രിക്കറ്ററാണ് എന്ന് ഓർത്തിരിക്കുക. അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് സ്റ്റെംഡ് ലൈഫ് ബിഹൈൻഡ് ആൻഡ് ബിയോണ്ട് 22 yards. ഐ ടു ഹാഡ് എ ഡ്രീം. അടുത്തത് ഒരു ഓട്ടോബയോഗ്രഫിയാണ്. ഐ ടു ഹാഡ് എ ഡ്രീം. ഇത് ആരുടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഡോക്ടർ വർഗീസ് കുര്യൻ്റെയാണ്. ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ വർഗീസ് കുര്യൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് ഐ ടു ഹാഡ് എ ഡ്രീം. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി പൊന്നാനി താലൂക്കിൽ സംഘടിപ്പിച്ച ജനഹിത പരിശോധനയ്ക്ക് നേതൃത്വം വഹിച്ചത് ആരാണ്? ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, താഴെ സൂചിപ്പിച്ച നൃത്തകലകളിൽ ഏതിൽ നിന്നാണ് കഥകളി ഉത്ഭവിച്ചത്? കഥകളി ഉത്ഭവിച്ചത് രാമനാട്ടത്തിൽ നിന്നാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗമായി പ്രവർത്തിച്ചത് താഴെ പറയുന്നവരിൽ ഏത് വനിതാ നേതാവാണ്? ഓപ്ഷൻസ് വായിക്കാം. ആര്യ പള്ളം, അക്കാമ ചെറിയാൻ, എ വി കുട്ടിമാളു അമ്മ, ദാക്ഷായണി വേലായുധൻ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ദാക്ഷായണി വേലായുധനാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗമായി പ്രവർത്തിച്ചത് ദാക്ഷായണി വേലായുധനാണ്. ദേശസ്നേഹികളിലെ രാജകുമാരൻ എന്ന് അറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ദേശസ്നേഹികളുടെ രാജകുമാരൻ അല്ലെങ്കിൽ പ്രിൻസ് ഓഫ് പാട്രിയോട്സ് എന്നൊക്കെ അറിയപ്പെടുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ജോവിയൻ ഗ്രഹങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുത്താവുന്നതിനെ കണ്ടെത്തുക. ഓപ്ഷൻ സി ജൂപ്പിറ്റർ ആണ്. ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളതിൽ ജോവിയൻ ഗ്രഹങ്ങളുടെ ഗണത്തിൽ പെടുന്നത് ജൂപ്പിറ്റർ ആണ്. ബാക്കി ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് ആണ്. മെർക്കുറി, മാർസ്, എർത്തൊക്കെ. അപ്പോൾ ജൂപ്പിറ്റർ കൂടാതെ ഏതൊക്കെയാണ് ജോവിയൻ ഗ്രഹങ്ങളുടെ കൂട്ടത്തിലുള്ളത്? സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ ഒക്കെ ജോവിയൻ ഗ്രഹങ്ങളാണ്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന ആഗോളവാദം ഏത് എന്ന് കണ്ടെത്തുക. നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് ആണോ, അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് ആണോ, വെസ്റ്റർലൈസ് ആണോ, പോളാർ ഈസ്റ്റർലൈസ് ആണോ എന്നാണ് ചോദ്യം. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന ആഗോളവാദം വെസ്റ്റർലൈസ് ആണ്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റ്. താഴെ തന്നിരിക്കുന്ന പർവ്വത ചുരങ്ങളെ സമുദ്രനിരപ്പിൽ നിന്നും ഉള്ള ഉയരത്തിനനുസരിച്ച് അവരോഹണ ക്രമത്തിൽ വിന്യസിക്കുക. അവരോഹണ ക്രമം എന്ന് പറയുമ്പോൾ ഡിക്രീസിങ് ഓർഡറിലാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 3, 1, 2, 4 എന്നുള്ളതാണ്. 3 വരുന്നത് ബാരാലാച്ലെയാണ്, 1 ബുജില, 2 വരുന്നത് ഫോട്ടുല, 4 സോജില. ആ രീതിയിലാണ് വരുന്നത്. ഉയരത്തിൻ്റെ അനുസരിച്ച് അവരോഹണ ക്രമത്തിലാണ് എഴുതിയിരിക്കുന്നത്. സോജില പാസ് ഏതൊക്കെ പ്രദേശങ്ങളെ തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്? ശ്രീനഗറിനെ ലഡാക്കിനെയും തമ്മിലാണ്. ബാരാലാച്ലെ ആണെങ്കിൽ ലാഹുൽ ലേ പ്രദേശങ്ങളെയാണ് കണക്ട് ചെയ്യുന്നത്. ഇനി ഫോട്ടുല പാസ് ആണെങ്കിൽ കാർഗിൽ ലേ പ്രദേശങ്ങളെയാണ്. ബുർജില പാസ് ആണെങ്കിൽ കാരക്കോരം റേഞ്ചിലാണ് കാണപ്പെടുന്നത്. പാകിസ്ഥാനിലെ ഡിയോസായി നാഷണൽ പാർക്കിനെയും കാശ്മീർ വാലിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്ന ധാതുക്കളിൽ ഏതിൻ്റെ നിക്ഷേപമാണ് കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് കാണപ്പെടുന്നത്? ഈ 4 ഓപ്ഷൻസിൽ
ബോക്സൈറ്റ് ആണ് ആൻസർ. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് ഏതിൻ്റെ നിക്ഷേപമാണ്? ബോക്സൈറ്റിൻ്റെ നിക്ഷേപമാണ് ഉള്ളത്. ദ ഫേമസ് ചിൽക്ക ലേക്ക് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്? ചിൽക്ക ലേക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഒഡീഷ. ഒഡീഷയാണ് ആൻസർ. ചിൽക്ക ലേക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തടാകമാണ് ചിൽക്ക ലേക്ക്. അതേസമയം ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത് എന്ന് ചോദിച്ചാൽ വൂളാർ ലേക്ക് ആണ് എന്നും ഓർത്തിരിക്കുക. ഒരു ഭൂപടത്തിൽ തോത് 1 സെൻറ്റിമീറ്റർ 2 കിലോമീറ്ററിനെ സൂചിപ്പിക്കുന്നു എന്ന് പ്രസ്താവിച്ചിരിക്കുന്നു. താഴെ പറയുന്ന ഏത് അംശബന്ധ തോത് രീതിയാണ് പ്രസ്താവനയെ ശരിയായിട്ട് പ്രതിനിധാനം ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ആൻസർ. 1:2 ലക്ഷമാണ്. 1 സെൻറ്റിമീറ്റർ എന്നത് 2 കിലോമീറ്ററിനെയാണ് സൂചിപ്പിക്കുന്നത്. അതെങ്ങനെയാണ് തോത് രീതിയിൽ എഴുതുന്നത്? 1:2 ലക്ഷം എന്നാണ്. 1990-കൾക്ക് ശേഷം ഇന്ത്യയുടെ വികസന തന്ത്രം കൂടുതൽ ആശ്രയിച്ചിരുന്നത് ഏത് നയത്തിലാണ്? ഇന്ത്യയുടെ വികസന തന്ത്രം 1990-കൾക്ക് ശേഷം കൂടുതൽ ആശ്രയിച്ചിരുന്നത് ഏതാണ്? മാർക്കറ്റ് മെക്കാനിസം ആൻഡ് പ്രൈവറ്റ് സെക്ടറാണ്. മാർക്കറ്റ് മെക്കാനിസം ആൻഡ് പ്രൈവറ്റ് സെക്ടറാണ് ആൻസർ. ഓപ്ഷൻ എ ആണ്. അടുത്തത്, ഒരു നികുതിയുടെ ഭാരം വ്യത്യസ്തമായ സ്ഥാപനങ്ങൾ അനുഭവിക്കുന്നത് താഴെ പറയുന്ന ഏത് നികുതിയിലാണ്? വ്യത്യസ്തമായ സ്ഥാപനങ്ങൾ അനുഭവിക്കുന്നത് ഏതാണ്? ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇൻഡയറക്റ്റ് ടാക്സ്. ഡോക്ടർ MS സ്വാമിനാഥൻ എവർഗ്രീൻ വിപ്ലവത്തിന് വേണ്ടി വാദിച്ചിരുന്നതായിട്ട് അറിയപ്പെടുന്നു. അതിന് അദ്ദേഹം മുന്നോട്ട് വെച്ച നിർദ്ദേശം ഏതാണ് എന്നുള്ളതാണ്. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഓപ്ഷൻ സി ആണ് ആൻസർ. പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള കൃഷി, സ്ഥിരതയുള്ള ആഹാര സുരക്ഷ, ജൈവ വൈവിധ്യം സംരക്ഷിക്കൽ. വിച്ച് ടാക്സ് ഇൻ ഇന്ത്യ ഈസ് കോമൺലി റെഫേർഡ് ടു ആസ് ദി ഗൂഗിൾ? ഗൂഗിൾ നികുതി എന്നറിയപ്പെടുന്ന നികുതി ഇന്ത്യയിൽ ഏതാണ്? ഇക്വലൈസേഷൻ ലെവിയാണ്. ഇക്വലൈസേഷൻ ലെവിയാണ്. വിച്ച് ആർ ദി കറന്റ് GST റേറ്റ് സ്ട്രക്ചർ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ നിലവിലെ GST നിരക്കുകളാണ് ചോദിച്ചിട്ടുള്ളത്. 0%, 5%, 12%, 18%, 28%. അങ്ങനെ 5 രീതിയിലുള്ളതാണ് GST നിരക്കുകളുള്ളത്. 5 രീതിയിലുള്ള GST നിരക്കുകളാണ് ഉള്ളത്. ഇന്ത്യയിലെ കാർഷിക ഉൽപ്പന്നങ്ങൾക്കായി ഒരു രാജ്യം ഒരു വിപണി എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ സർക്കാർ സൃഷ്ടിച്ച വ്യാപാര പ്ലാറ്റ്ഫോം ഏതാണ്? ഒരു രാജ്യം ഒരു വിപണി എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ സർക്കാർ സൃഷ്ടിച്ച വ്യാപാര പ്ലാറ്റ്ഫോമാണ് ഇ-നാം. ഇ-നാം ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ്. കുറ്റം ചെയ്ത കാലത്ത് പ്രാബല്യത്തിലുള്ള നിയമപ്രകാരം മാത്രമേ കുറ്റവിധേയനെ ശിക്ഷിക്കാവൂ. ഒരു കുറ്റത്തിന് നിയമപ്രകാരം ഒരു തവണ മാത്രം ശിക്ഷ, കുറ്റാരോപിതനെ അയാൾക്കെതിരെ സാക്ഷി ആക്കരുത് എന്നീ തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ഏത് മൗലിക അവകാശവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഏതാണ്? ആർട്ടിക്കിൾ 20 ആണ്. കുറ്റം ചെയ്ത കാലത്ത് പ്രാബല്യത്തിലുള്ള നിയമപ്രകാരം മാത്രമേ കുറ്റവിധേയനെ ശിക്ഷിക്കാവൂ എന്നൊരു ഇതുണ്ട്. അതുപോലെ ഒരു കുറ്റത്തിന് നിയമപ്രകാരം ഒരു തവണ മാത്രം ശിക്ഷ. അത് കേൾക്കുമ്പോഴേ അറിയാം എന്താണ്? ആർട്ടിക്കിൾ 20 ആണ്. 2003 ഭരണഘടനാ നിയമം 92ാമത്തെ ഭേദഗതിയാണ്. ഭരണഘടനയുടെ 8ാം ഷെഡ്യൂൾ ഭേദഗതി ചെയ്ത് താഴെ പറയുന്നവയിൽ ഏതെല്ലാം ഭാഷകളെ ഉൾപ്പെടുത്തി? 8ാമത്തെ ഷെഡ്യൂളിൽ ഏതൊക്കെ ഭാഷകളാണ് ഉൾപ്പെടുത്തിയത് എന്നാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 1, 2, 3 ബോഡോ, മൈഥിലി, സന്താളി. ഇത്രയുമാണ്. ബോഡോ, മൈഥിലി, സന്താളി ഭാഷകളാണ് 8ാം ഷെഡ്യൂളിൽ 92ാം ഭേദഗതി അനുസരിച്ച് കൂട്ടിച്ചേർത്തത്. ഭാരതീയ ഭരണഘടനാ പ്രകാരം ഇന്ത്യൻ പൗരന്മാരുടെ മൗലിക കടമകൾ താഴെ പറയുന്നവയിൽ ഉൾപ്പെടുന്നുണ്ടോ എന്ന് പരിഗണിക്കൂ. താഴെ 4 കടമകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ മൗലിക കടമകളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ബഹുമാനിക്കുക ഉൾപ്പെടുന്നതാണല്ലോ, മൗലിക കടമയാണ്. തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് രേഖപ്പെടുത്തുക, അത് മൗലിക കടമകളിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അത് ഉൾപ്പെടത്തില്ല. ശാസ്ത്രീയ മനോഭാവം വളർത്തുക, അത് ശരിയാണ്. പൊതുസ്വത്ത് സംരക്ഷിക്കുകയും അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക, അതും ശരിയാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത്? 1, 3, 4 ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. എത്ര കാലത്തിനുള്ളിൽ പാർലമെൻറ്റ് അംഗീകരിച്ചില്ലെങ്കിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം പ്രാബല്യത്തിൽ വരില്ല?
ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് എത്ര കാലത്തിനുള്ളിൽ പാർലമെൻറ്റ് അംഗീകാരം നൽകണമെന്നുള്ളതാണ്. അത്രയും കാലത്തിനുള്ളിൽ അംഗീകാരം നൽകിയില്ലെങ്കിൽ അത് പിന്നീട് പ്രാബല്യത്തിൽ വരില്ല എന്നാണ്. അപ്പോൾ എത്രയാണ്? 1 മന്താണ്, 1 മാസമാണ്. 1 മാസത്തിനുള്ളിൽ പാർലമെൻറ്റ് അംഗീകരിക്കണം. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് 1 മാസത്തിനുള്ളിൽ പാർലമെൻറ്റ് അംഗീകാരം നൽകിയെങ്കിൽ മാത്രമേ അത് പ്രാബല്യത്തിൽ വരൂ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ദി റൈറ്റ് ടു പ്രോപ്പർട്ടി ഗ്യാരണ്ടീഡ് ബൈ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വത്തവകാശത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കാനാണ്. 4 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്, ഞാൻ വായിക്കാം. 44-ാം ഭരണഘടനാ ഭേദഗതി നിയമം സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്ന് ഒഴിവാക്കി. ശരിയാണ്. ആർട്ടിക്കിൾ 300A പ്രകാരം സ്വത്തവകാശം ഇപ്പോൾ നിയമപരമായിട്ടുള്ള അവകാശമാണ്. അതും ശരിയാണല്ലോ. ഇത് എക്സിക്യൂട്ടീവ് നടപടികളിൽ നിന്ന് സ്വകാര്യ സ്വത്തിനെ സംരക്ഷിക്കുന്നു, പക്ഷേ നിയമനിർമ്മാണ നടപടികളിൽ നിന്ന് സംരക്ഷിക്കുന്നില്ല. ശരിയാണല്ലോ. ഒരു ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ സ്വത്ത് സംസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ നഷ്ടപരിഹാരം നൽകണം. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. 4 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി, മുകളിൽ നൽകിയിരിക്കുന്നതെല്ലാം ശരിയാണ് എന്നുള്ളതാണ്. 2025 ജനുവരിയിൽ സ്ഥിരം ഗ്രാമന്യായാലയ എന്ന് വെച്ചാൽ ഗ്രാമകോടതി അദാലത്ത് ആരംഭിച്ചതോടെ സംസ്ഥാനത്തെ ആദ്യത്തെ തർക്കരഹിത നിയോജക മണ്ഡലമായിട്ട് മാറാൻ പോകുന്ന മണ്ഡലം വാമനപുരമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. വാമനപുരമാണ്. കറണ്ട് അഫെയർ ആണ്, നോട്ട് ചെയ്ത് വെച്ചോണം. 2025 ജനുവരിയിൽ സ്ഥിരം ഗ്രാമന്യായാലയ അദാലത്ത് ആരംഭിച്ചതോടെ സംസ്ഥാനത്തെ ആദ്യത്തെ തർക്കരഹിത നിയോജക മണ്ഡലമായി മാറാൻ പോകുന്ന മണ്ഡലം വാമനപുരമാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? 4 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. സ്ത്രീകളെ സംബന്ധിച്ച നിയമങ്ങൾ നിരീക്ഷിക്കുന്നു. ശരിയാണ്. സ്ത്രീകളുടെ സംരക്ഷണവും സമത്വവും ഉറപ്പാക്കുന്നു. അതും ശരിയാണ്. സ്ത്രീകളുടെ അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നു. ശരിയാണ്. സ്ത്രീകളുടെ ക്ഷേമത്തിനായിട്ടുള്ള സർക്കാർ നയങ്ങൾ നടപ്പിലാക്കുന്നു. അതും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി, മുകളിൽ പറയുന്ന എല്ലാ പ്രവർത്തനങ്ങളും എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. ഹൂ ഈസ് ദി ഹെഡ് ഓഫ് ദി ലോകായുക്ത അറ്റ് ദി സ്റ്റേറ്റ് ലെവൽ? സംസ്ഥാന തലത്തിൽ ലോകായുക്തയുടെ മേധാവി ആര് എന്നാണ് ചോദ്യം. എ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓർ ജഡ്ജ് ഓഫ് എ ഹൈക്കോർട്ടാണ് ശരി. ഓപ്ഷൻ ഡി ആണ്, വിരമിച്ച ചീഫ് ജസ്റ്റിസ്. റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി. സംസ്ഥാന തലത്തിൽ ലോകായുക്തയുടെ ഹെഡായിട്ടിരിക്കുന്നത് റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജ് ആയിരിക്കണം. അടുത്തത് ഒരു കറണ്ട് അഫെയർ ആണ്. കേരള സംസ്ഥാന മുതിർന്ന പൗരന്മാരുടെ കമ്മീഷൻ ഏത് നിയമം അല്ലെങ്കിൽ പദ്ധതി അല്ലെങ്കിൽ നയത്തിന് കീഴിലാണ് സ്ഥാപിക്കപ്പെട്ടത്? ഏതാണ്? കേരള സ്റ്റേറ്റ് എൽഡർലി കമ്മീഷൻ ആക്ട് അല്ലെങ്കിൽ കേരള സംസ്ഥാന മുതിർന്ന പൗരന്മാരുടെ കമ്മീഷൻ നിയമം എന്നുള്ളതാണ്. നമുക്കറിയാം ഈ നിയമം വരുന്നത് 2025 ഏപ്രിൽ 25-നാണ്. 2025 ഏപ്രിൽ 25-നാണ്. ഇനിയും ചോദിക്കാം. കേരളത്തിൽ വാട്ടർഷെഡ് മാനേജ്മെൻറ്റായി മുഖ്യമായും ചുമതലപ്പെട്ട സർക്കാർ ഏജൻസി ഏതാണ്? വാട്ടർഷെഡ് മാനേജ്മെൻറ്റായി മുഖ്യമായിട്ടും ചുമതലപ്പെട്ട സർക്കാർ ഏജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോയിൽ സർവേ ആൻഡ് കൺസർവേഷൻ കേരള ആണ്. മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പാണ്. വിച്ച് ഈസ് നോട്ട് ട്രൂ അബൌട്ട് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം ഇൻ കേരള? MGNREGA അതുമായിട്ട് ബന്ധപ്പെട്ട് ശരിയല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. 4 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ശരിയല്ലാത്ത ഏതെന്ന് നോക്കാം. MGNREGA നടപ്പാക്കലിന് ഗ്രാമപഞ്ചായത്തുകൾ ഉത്തരവാദികളാണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. സ്ത്രീകൾ, പട്ടികജാതികൾ, പട്ടികവർഗങ്ങൾ, വ്യത്യസ്ത ശേഷിയുള്ള വ്യക്തികൾ എന്നിവർക്ക് കേരളത്തിൽ MGNREGA പ്രത്യേക മുൻഗണന ലഭിക്കുന്നു. ശരിയാണ്. നിപുണ തൊഴിലാളികളുടെ അഭാവം കേരളത്തിലെ MGNREGA നടപ്പാക്കലിന് നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. അത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? അപ്പം അതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. MGNREGAക്ക് ആവശ്യമായ ഫണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പങ്കുവെക്കുന്നു. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത്. കേരളത്തിൽ സർക്കാർ മേഖലയിലെ മനുഷ്യ യുവശേഷി മാനേജ്മെൻറ്റ് ഓട്ടോമേറ്റ് ചെയ്യാൻ ആരംഭിച്ച പദ്ധതി ഏതാണ്? സ്പാർക്കാണ്.
കേരളത്തിലെ സർക്കാർ മേഖലയിലെ മനുഷ്യ വിഭവശേഷി മാനേജ്മെൻറ്റ് ഓട്ടോമേറ്റ് ചെയ്യാൻ ആരംഭിച്ച പദ്ധതിയാണ് സ്പാർക്ക്. ഈ ഗവേണൻസിൻ്റെ ഭാഗത്തുനിന്ന് ചോദിച്ച ചോദ്യമാണ്. ബാക്കി ഓപ്ഷൻസ് കൂടെ പഠിച്ചു വെച്ചേക്കുക. കേരള നിയമസഭയിലെ ഏത് കമ്മിറ്റിയാണ് പ്രതിനിധാന നിയമനിർമ്മാണത്തിന് ഡെലഗേറ്റഡ് ലെജിസ്ലേഷൻ കീഴിലെ നിയമങ്ങളും ചട്ടങ്ങളും പരിശോധിക്കുന്നത്? കേരള നിയമസഭയിലെ ഏത് കമ്മിറ്റിയാണ് ഡെലഗേറ്റഡ് ലെജിസ്ലേഷന് കീഴിലെ നിയമങ്ങളും ചട്ടങ്ങളും പരിശോധിക്കുന്നത്? ഏതാണ്? കമ്മിറ്റി ഓൺ സബോർഡിനേറ്റ് ലെജിസ്ലേഷനാണ്. ഈ ചോദ്യങ്ങളൊക്കെ ഡിഗ്രി പ്രിലിംസിന് റിപ്പീറ്റ് ചെയ്ത് വരാവുന്നതാണ്. ഭരണകൂടത്തിൻ്റെ അജ്ഞാതത്വത്തിന് എതിരായിട്ടുള്ള പ്രതിരോധങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് അനുച്ഛേദത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തതാണ്. പ്രകൃത്യാനീതിയുടെ സിദ്ധാന്തങ്ങൾ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് ലംഘിക്കുന്ന വിധിയെ ചോദ്യം ചെയ്യുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട്, ഇതിൽ സെർഷ്യൂററിയാണ്. ഓപ്ഷൻ ഡി ആണ് ശരി. സെർഷ്യൂററി എന്ന് പറഞ്ഞാൽ എന്താണ്? സാക്ഷ്യപ്പെടുത്തുക, ടു ബി സർട്ടിഫൈഡ് എന്നാണ്. ഒരു കീഴ്ക്കോടതിയോ അല്ലെങ്കിൽ ട്രൈബ്യൂണലോ അതിൻ്റെ അധികാര പരിധിക്ക് അതീതമായിട്ടൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ട് ഉണ്ടോ അല്ലെങ്കിൽ നിയമലംഘനം നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ കോടതിക്ക് അഭിപ്രായമുണ്ടെങ്കിൽ ഈ ഒരു റിട്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്നതാണ്. ട്രേജൻ 155 mm ടോവ്ഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം വികസിപ്പിക്കുന്നതിനായി ഇന്ത്യയുമായി സഹകരിച്ച രാജ്യം ഏതാണ്? ട്രേജൻ 155 mm ടോവ്ഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം ആരാണ് സഹകരിച്ചത്? ഇന്ത്യയുമായിട്ട് സഹകരിച്ച രാജ്യം ഫ്രാൻസ് ആണ്. ട്രേജൻ 155 mm ടോവ്ഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം വികസിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യയെ സഹായിച്ച രാജ്യം ഫ്രാൻസ് ആണ്. താഴെ പറയുന്നവയിൽ ഏത് വിറ്റാമിനാണ് കാൽസ്യം ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നത്? കാൽസ്യം ആഗിരണം ചെയ്യാൻ വേണ്ടി വൈറ്റമിൻ ഡി ആണ് സഹായിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഒരു മുതിർന്ന മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്ര? ഒരു മുതിർന്ന മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 206 ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. അതേസമയം പറയാമല്ലോ ന്യൂ ബോൺ ബേബീസിൻ്റേത്. ന്യൂ ബോൺ ബേബീസിൻ്റെ ചോദിക്കാറുണ്ട്. എത്ര ബോൺസ് ആണുള്ളത്? 300 ആണ്. തൈറോയ്ഡ് ഹോർമോണിൻ്റെ സമന്വയത്തിന് ആവശ്യമായ അടിസ്ഥാന സൂക്ഷ്മ പോഷകം ഏതാണ്? ഓപ്ഷൻസ് അയൺ, അയഡിൻ, സിങ്ക്, സെലേനിയം. ഇതിൽ അയഡിൻ ആണ് വേണ്ടത്. തൈറോയ്ഡ് ഹോർമോണിൻ്റെ സമന്വയത്തിന് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൂക്ഷ്മ പോഷകം ഏതാണ്? അയഡിൻ ആണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു പ്രധാന വായു മലിനീകരണ ഘടകം? ഓപ്ഷൻ സി ആണ് ആൻസർ. കാർബൺ മോണോക്സൈഡ് ആണ്. കാർബൺ മോണോക്സൈഡ് ആണ് പ്രധാന വായു മലിനീകരണ ഘടകം. ഈ 4 ഓപ്ഷൻസിൽ പ്രധാന വായു മലിനീകരണ ഘടകം. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അണുബാധ ഏത് ക്യാൻസറിന് കാരണമാകുന്ന അപകട ഘടകമാണ്? ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഏത് ക്യാൻസറിനാണ്? ഓപ്ഷൻ ഡി സെർവിക്കൽ ക്യാൻസർ ആണ്. സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്ന ഘടകമാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് സിഫിലിസിന് കാരണമാകുന്ന ജീവി? സിഫിലിസിന് കാരണമാകുന്ന ജീവി ട്രെപ്പനോമ പല്ലീഡിയമാണ്. ട്രെപ്പനോമ പല്ലീഡിയമാണ് സിഫിലിസിന് കാരണമാകുന്ന ജീവി. 2023 ആരംഭിച്ച കേരള സർക്കാർ സംരംഭമായിട്ടുള്ള വിവ പ്രോജക്റ്റ് ഏത് രോഗത്തിൻ്റെ പ്രതിരോധത്തിനും ചികിത്സയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു? ഏതാണ്? വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് എന്നല്ലേ? അപ്പോൾ ഏതാണ്? അനീമിയാണ്. അനീമിയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. വേൾഡ് ഹെൽത്ത് ഡേ തീം 2025 വേൾഡ് ഹെൽത്ത് ഡേ തീം ഏതാണ്? ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ് എന്നുള്ളതാണ്. ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ് നമ്മൾ പഠിച്ചതാണ് വേൾഡ് ഹെൽത്ത് ഡേയുടെ തീം. അപ്പോൾ ഇത് ഫോക്കസ് ചെയ്യുന്നത് താഴെ പറയുന്നതിൽ ഏതിനെ കേന്ദ്രീകരിച്ചാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് വായിക്കാം. കൊതുകുകൾ വഴി പകരുന്ന രോഗങ്ങളുടെ പ്രതിരോധവും നിയന്ത്രണവും, മാനസിക ആരോഗ്യവും ക്ഷേമവും, പ്രായമായവരുടെ ആരോഗ്യവും അതിജീവനവും, നവജാത ശിശുക്കളുടെ ആരോഗ്യവും അതിജീവനവും. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്. മാതൃ നവജാത ശിശുക്കളുടെ ആരോഗ്യവും അതിജീവനവും കേന്ദ്രീകരിച്ചാണ് 2025 വേൾഡ് ഹെൽത്ത് ഡേ. അപ്പോൾ അത് നമ്മൾ പഠിച്ചതാണ്. ഇനി അടുത്തത് ഫുൾ ഫോം എഴുതാനാണ് മോസ്ഡാക്കിൻ്റേത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. മെറ്റിയോറോളജിക്കൽ ആൻഡ് ഓഷ്യനോഗ്രാഫിക്
സാറ്റലൈറ്റ് ഡേറ്റ ആർച്ചീവൽ സെൻറ്റർ. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം അല്ലെങ്കിൽ വൈദ്യുത കാന്തിക തരംഗ സ്പെക്ട്രത്തിലെ തന്നിരിക്കുന്ന അംഗങ്ങളെ അവയുടെ ഊർജത്തിൻ്റെ അവരുടെ എനർജിയുടെ അടിസ്ഥാനത്തിൽ ആരോഹണ ക്രമത്തിൽ ശരിയായിട്ട് എഴുതാനാണ്. ആരോഹണ ക്രമം എന്ന് പറയുമ്പോൾ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതാനാണ്. അപ്പം ഊർജത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് ഊർജം ഏതിനായിരിക്കും വരിക? റേഡിയോ തരംഗങ്ങളാണ്. അതിനുശേഷം മൈക്രോവേവ്, അതിനുശേഷം വരുന്നത് IR ഇൻഫ്രാറെഡ് ആണ് വരുന്നത്. അതിനുശേഷം ദൃശ്യ തരംഗങ്ങളായിരിക്കും, വിസിബിൾ റേസ് ആയിരിക്കും വരുന്നത്. വിസിബിൾ റേസിന് ശേഷം അതിനപ്പുറം ഏതാണ്? UV ആണ്, അൾട്രാ വയലറ്റ് റേസ് ആണ് വരുന്നത്. അതിനുശേഷം വരുന്നതാണ് എക്സ്റേ. എക്സ്റേക്ക് ശേഷം ഏറ്റവും ലാസ്റ്റ് ആണ് ഗാമ റേ. അടിസ്ഥാന SI ഏകകങ്ങളിൽ SI യൂണിറ്റിൽ ഏതാണ് മറ്റുള്ള അടിസ്ഥാന SI യൂണിറ്റുകളുടെ നിർവചനത്തെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത്? ഏതാണ്? സെക്കൻഡ്, ഓപ്ഷൻ C ആണ് ആൻസർ. സെക്കൻഡ് ആണ്. അടിസ്ഥാന SI ഏകകങ്ങളിൽ ഏതാണ് മറ്റുള്ള അടിസ്ഥാന SI ഏകകങ്ങളുടെ നിർവചനത്തെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നതെന്ന് ചോദിച്ചാൽ സെക്കൻഡ് ആണ്. ഓപ്ഷൻ C ആണ് ആൻസർ. ഓർത്തിരിക്കുക. ഇനിയും ചോദിക്കാം. താഴെ കൊടുത്തിരിക്കുന്ന ഇന്ത്യയിലെ ഏത് സ്ഥലത്തിലാണ് ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം എന്ന് വെച്ചാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഏറ്റവും കൂടുതലുള്ളത്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഏറ്റവും കൂടുതലുള്ളത് ഏതാണ് എന്നാണ് ചോദ്യം. 3 സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട്: ഡൽഹി, മുംബൈ, തിരുവനന്തപുരം. ഇതിലേതാണ്? ഓപ്ഷൻ A ആണ് ആൻസർ. ഡൽഹിയിലായിരിക്കും. 2024 ഏറ്റവും നല്ല പുരുഷ ഗോൾ കീപ്പർക്കുള്ള ഫിഫ അവാർഡ് നേടിയ എമിലിയാനോ മാർട്ടിനസ് ഏത് രാജ്യക്കാരനാണ്? അർജന്റീനക്കാരനാണ്. എമിലിയാനോ മാർട്ടിനസ് ഏത് രാജ്യക്കാരനാണ്? അർജന്റീനക്കാരനാണ്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്ന കഥാപാത്രങ്ങളുടെയും കൃതികളുടെയും പേരുകൾ താരതമ്യം ചെയ്ത് തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായിട്ടുള്ള ഉത്തരം കണ്ടെത്താനാണ്. അപ്പുക്കുട്ടൻ ഇതിൽ ഏതായിരിക്കും വരിക? അപ്പുക്കുട്ടൻ വരുന്നത് കേശവൻ്റെ വിലാപങ്ങളിലാണ് വരുന്നത്. ഇനി നാരായണൻ വരുന്നത് പ്രവാചകൻ്റെ വഴി. ഗോവിന്ദൻകുട്ടി വരുന്നത് അസുരവിത്തിലെയാണ്. പിന്നെ ഇരുമ്പൻ ഗോവിന്ദൻ നായർ വരുന്നത് സുന്ദരികളും സുന്ദരന്മാരും എന്ന കൃതിയിലേതാണ്. അപ്പോൾ ഓപ്ഷൻ D ആണ് ആൻസർ വരിക. അപ്പം വർക്ക്സ് തന്നിട്ട് ക്യാരക്ടേഴ്സും വർക്ക്സുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ വർക്ക്സിൽ ഏതൊക്കെ ക്യാരക്ടേഴ്സാണ് വരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പുക്കുട്ടൻ വരുന്നത് കേശവൻ്റെ വിലാപത്തിലാണ്. നാരായണൻ പ്രവാചകൻ്റെ വഴി. ഗോവിന്ദൻകുട്ടി അസുരവിത്തിലെ കഥാപാത്രമാണ്. MT വാസുദേവൻ നായരുടെ ഒരു കൃതിയാണ് അസുരവിത്ത്. ഇരുമ്പൻ ഗോവിന്ദൻ നായർ സുന്ദരികളും സുന്ദരന്മാരും എന്ന കൃതിയിലെ കഥാപാത്രമാണ്. അപ്പോൾ ഇതേലത്തെ ഒരു ക്വസ്റ്റ്യന് ഞാൻ റീസെൻ്റായിട്ട് നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു. അത് MT വാസുദേവൻ നായരുടെ മാത്രം കൃതികളും അതുപോലെ അതിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ ഏതെന്ന് മാച്ച് ചെയ്യാനായിരുന്നു. അപ്പോൾ അതുപോലെ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി. അപ്പോൾ കൃതികളും അതുപോലെ അതിലെ കേന്ദ്ര കഥാപാത്രങ്ങളെയും പ്രത്യേകം പഠിച്ചു വെച്ചേക്കണം. അടുത്തത് MT വാസുദേവൻ നായരുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. MT വാസുദേവൻ നായർ ജ്ഞാനപീഠം അവാർഡ് നേടിയ വർഷം 1995 1995 MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചത്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? പുന്നമടക്കായലിലാണ്. ഓപ്ഷൻ B ആണ് ആൻസർ. താഴെ പറയുന്നവയിൽ പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന. പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി പദ്ധതി അതുമായിട്ട് ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ശരിയല്ലാത്തത് വരുന്നത് നമുക്ക് നോക്കാം. ഇത് ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് വിദ്യാർത്ഥികൾക്ക് ലോണുകൾ അനുവദിക്കുന്നതിനുള്ള പദ്ധതിയാണ്. ശരിയാണ്, ലോണുകൾ അനുവദിക്കുന്നതിനുള്ള പദ്ധതിയാണ്. 2023 പദ്ധതി ആരംഭിച്ചത്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ NIRF റാങ്കിംഗ് കൂടി പരിഗണിച്ചിട്ടാണ് ഈ പദ്ധതി പ്രകാരം വിദ്യാർത്ഥികൾക്ക് ലോൺ അനുവദിക്കുന്നത്. ശരിയാണ്. ഈ പദ്ധതി പ്രകാരം ഈടോ ജാമ്യക്കാരനോ ഇല്ലാതെ ലോൺ ലഭിക്കും. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? 2023 പദ്ധതി ആരംഭിച്ചത് എന്നുള്ളതാണ്.
2024 നവംബർ 6 ഈ പദ്ധതി ആരംഭിക്കുന്നതെന്ന് ഓർത്തിരിക്കണം. ഇനി ചിലപ്പോൾ ആ ഡേറ്റ് ആയിരിക്കും ചോദിക്കുന്നത്. ബാഷർ അൽ ആസാദ് വാസ് ദി ഫോമർ പ്രസിഡന്റ് ഓഫ്. ബാഷർ അൽ ആസാദ് ഏത് രാജ്യത്തിൻ്റെ മുൻ പ്രസിഡൻ്റ് ആയിരുന്നെന്ന്? ഏതാണ്? സിറിയൻ പ്രസിഡൻ്റ് ആയിരുന്നു. ഇടയ്ക്കൊരു പ്രശ്നം, ഒരു സിറിയൻ വാർ ഉണ്ടായല്ലോ. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഭരണം നഷ്ടപ്പെടുകയല്ലേ ചെയ്തത്. 2024 ഡിസംബറിലാണ് ഇത് നടക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഭരണം നഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. അപ്പോൾ അത് വെച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ബാഷർ അൽ ആസാദ് ഏത് രാജ്യത്തിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നു? സിറിയയുടെ പ്രസിഡൻ്റ് ആയിരുന്നു. വിച്ച് സോഫ്റ്റ്വെയർ ഈസ് യൂസ്ഡ് ഫോർ വീഡിയോ എഡിറ്റിംഗ്. ഇതിൽ വീഡിയോ എഡിറ്റിങ്ങിൽ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അഡോബ് പ്രീമിയർ പ്രോ ആണ്. ഈ 4 കൊടുത്തതിൻ്റെ അഡോബ് പ്രീമിയർ പ്രോ ആണ് വീഡിയോ എഡിറ്റിങ്ങിന് ഉപയോഗിക്കുന്നത്. വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് എ റൂട്ടർ ഇൻ എ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിൽ റൂട്ടറിൻ്റെ പ്രധാന ഉപയോഗം ഡേറ്റ സൂക്ഷിക്കൽ, വെബ് പേജുകൾ പ്രദർശിപ്പിക്കൽ, വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ, വിവിധ നെറ്റ്വർക്കുകൾ കണക്ട് ചെയ്യാൻ. ഏതാണ്? വിവിധ നെറ്റ്വർക്കുകൾ കണക്ട് ചെയ്യാൻ എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. എപ്പോഴും ചോദിക്കുന്നതാണ്. വാട്ട് ഈസ് ആൻ ഇൻഫ്ലുവൻസർ ഓൺ സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർ എന്ന് ആരെയാണ് വിശേഷിപ്പിക്കുന്നത്? പേഴ്സൺ ഹൂ ക്രിയേറ്റ്സ് ആൻഡ് ഷെയർസ് എൻഗേജിങ് ഇൻ കണ്ടൻറ്റ്, എ സോഷ്യൽ മീഡിയ ഹാക്കർ, എ വെബ്സൈറ്റ് ഡെവലപ്പർ, ആൻ ഓൺലൈൻ സ്കാമർ. ഇതിലേതാണ്? പേഴ്സൺ ഹൂ ക്രിയേറ്റ്സ് ആൻഡ് ഷെയർസ് എൻഗേജിങ് കണ്ടൻ്റ് ആണ്. ആകർഷകമായ ഉള്ളടക്കം നിർമ്മിക്കുകയും പങ്കിടുകയും ചെയ്യുന്ന വ്യക്തിയെയാണ് സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്തത്, യൂറോപ്യൻ യൂണിയനിലെ ഡേറ്റ സംരക്ഷണവും സ്വകാര്യതയും ശ്രദ്ധയിലാക്കുന്ന അന്താരാഷ്ട്ര നിയമം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. GDPR ആണ്. ഓർത്തിരിക്കുക. ഏതാണ് ഓപ്പൺ എയുടെ ChatGPT-4 മത്സരിക്കാനുള്ള ഏറ്റവും പുതിയ AI മോഡൽ ജെമിനി 1.5 അടുത്തിടെ പ്രഖ്യാപിച്ച കമ്പനി? ഏതാണ്? ഗൂഗിൾ ഡീപ് മൈൻഡ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഗൂഗിൾ ഡീപ് മൈൻഡ് ആണ്. ഈ ചോദ്യങ്ങളൊക്കെ പഠിച്ചു വെച്ചേക്കണം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. വാട്ട് ഈസ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് അണ്ടർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019? ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം അധാർമിക വ്യാപാര രീതി എന്നാൽ എന്താണ്? ഇതിലേതാണ്? ഓൾ ദ എബവ്. ഏതൊക്കെയാണ്? മാനുഫാക്ചറിങ് സ്പൂരിയസ് ഗുഡ്സ് ഓർ പ്രൊവൈഡിങ് ഡിഫക്റ്റീവ് സർവീസസ്. വ്യാജ ചരക്കുകൾ ഉൽപ്പാദിപ്പിക്കുകയോ വികലമായ ഉൽപ്പന്നം വിൽപ്പന നടത്തുകയോ ചെയ്യുക. ഉപഭോക്താവിൻ്റെ പേര് വിവരങ്ങൾ അവരുടെ അനുവാദമില്ലാതെ വെളിപ്പെടുത്തുക. ഇതെല്ലാം എന്താണ്? അധാർമിക വ്യാപാര രീതിയിൽ പെടുന്നതാണ്. മുകളിൽ പറഞ്ഞതെല്ലാം ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ അമെൻമെൻറ്റ് ആക്ട് 2021 പ്രകാരം ആർക്കാണ് അഡോപ്ഷൻ ഉത്തരവ് പറയാനുള്ള അധികാരമുള്ളത്? ആർക്കാണ്? ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനാണ്. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനാണ് 2021 ജുവനൈൽ ജസ്റ്റിസ് അമെൻമെൻറ്റ് ആക്ട് പ്രകാരം അഡോപ്ഷൻ ഉത്തരവ് പറയാനുള്ള അധികാരമുള്ളത്. അഡോപ്റ്റ് ചെയ്യാനുള്ള ഉത്തരവ് പറയാനുള്ള അധികാരമുള്ളത്. IPCയിലെ ഏത് സെഷനാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഭിന്നലിംഗക്കാരുടെ അവകാശവുമായിട്ട് ബന്ധപ്പെട്ട ഭരണഘടനാ വിരുദ്ധമെന്ന് അഭിപ്രായപ്പെട്ടത്? ഏതാണ്? സെഷൻ 377 ആണ്. IPCയിലെ ഏത് സെഷനാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഭിന്നലിംഗക്കാരുടെ അവകാശവുമായിട്ട് ബന്ധപ്പെട്ട ഭരണഘടനാ വിരുദ്ധമെന്ന് അഭിപ്രായപ്പെട്ടതെന്ന് ചോദിച്ചാൽ 377ാമത്തെ സെഷനാണ്. BSAയിലെ ഏത് സെഷനാണ് സ്ത്രീധന മരണമാണ് എന്ന അനുമാനത്തിലേക്ക് എത്താൻ സഹായിക്കുന്നത്? ഓപ്ഷൻ സി ആണ് ആൻസർ. സെഷൻ 118 BSA ആണ്. അടുത്തത്, ജോലിസ്ഥലത്തെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ 2013 എന്തിനെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്? ജോലിസ്ഥലത്തെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ 2013 ആക്ട് എന്തിനെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. സ്ത്രീകൾക്കെതിരെയുള്ള ശാരീരിക അക്രമങ്ങൾക്കെതിരെയുള്ള പരാതി സ്വീകരിക്കുന്നതിന് ICC രൂപീകരിക്കുക. ഭിന്നശേഷിക്കാരായ ഒരു വ്യക്തിയെ പൊതുസ്ഥലത്ത് കളിയാക്കുകയോ വ്യക്തിഹത്യയോ ചെയ്യുന്നത് കുറ്റകരമാണ് എന്ന്
ഭിന്നശേഷി അവകാശ നിയമത്തിൻ്റെ ഏത് സെഷനിലാണ് പരാമർശിക്കുന്നത്? സെഷൻ 92 ഓപ്ഷൻ സി ആണ് ആൻസർ. ഭിന്നശേഷിക്കാരായ ഒരു വ്യക്തിയെ പൊതുസ്ഥലത്ത് കളിയാക്കുകയോ വ്യക്തിഹത്യ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് കുറ്റകരമാണ് എന്ന് ഭിന്നശേഷി അവകാശ നിയമത്തിൻ്റെ ഏത് സെഷനാണ്? 92 സെഷനിലാണ് പരാമർശിക്കുന്നത്. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഒന്നും ഞാനിതിൽ പറയുന്നില്ല. ലോങ് വീഡിയോ ആണ്, അത് പ്രത്യേകം ഇടാം. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.